ഇന്ന് കുറച്ച് പുതിയ വെജിറ്റബിൾസൊക്കെ നടണമെന്ന് വിചാരിച്ചായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ നോക്കിയപ്പോൾ മഴ. അതുകൊണ്ട് മഴ കുറച്ച് ഒന്ന് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്തു. പിന്നെ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ ഫൈനലി ഗാർഡനിങ് തുടങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഓണസ്റ്റ്ലി മഴ കഴിഞ്ഞുള്ള വെതറിൽ ഗാർഡനിങ് ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എല്ലാം ഒരുപാട് ഭയങ്കര കാമായിട്ട് ഫീൽ ചെയ്യും. ഇന്ന് മാർക്കറ്റിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾ സീഡ്ലിങ്സ് വാങ്ങിയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് നടാമെന്ന് വിചാരിച്ചു. ഓസ്ട്രേലിയയിൽ എനിക്ക് തോന്നുന്നു ഗാർഡനിങ് ചെയ്യുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന്, എസ്പെഷ്യലി ഈ പോട്ടിംഗ് മിക്സും സോയിലും പിന്നെ പോട്ട്സും എല്ലാം. അതുകൊണ്ട് ഞാൻ സ്ലോലി ചീപ്പർ വേസ് കണ്ടെത്താൻ തുടങ്ങി. ഞാൻ സാധാരണ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഫ്രീ ആയിട്ട് ആരെങ്കിലും സോയിൽ ഇടുമ്പോഴോ അല്ലെങ്കിൽ ചീപ്പ് പോട്ട്സ് ഒക്കെ ഇടുമ്പോഴോ അതൊക്കെ എടുത്തിട്ട് വരും. പിന്നെ വീടിൻ്റെ അടുത്ത് ഒരു വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലേസ് ഉണ്ട്. അവിടെ ചിലപ്പോൾ വളരെ ചീപ്പായിട്ട് പോട്ട്സ് കിട്ടും. ഇന്ന് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി കിട്ടിയ ഫ്രീ സോയിലാണ് ഞാൻ നടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പ്ലെയിൻ സോയിൽ മാത്രം പോട്ട്സിൽ യൂസ് ചെയ്യാറില്ല. സാധാരണയായി ഈ സോയിലും പോട്ടിംഗ് മിക്സും കുറച്ച് നല്ല ഫെർട്ടിലൈസറും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് പ്ലാന്റിന് നല്ലൊരു ബേസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കും. ഗാർഡനിങ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ പ്രീമിയം പോട്ടിംഗ് മിക്സ് മാത്രമാണ് വാങ്ങിയിരുന്നത്. എക്സ്പെൻസീവ് ആയത് ബെറ്റർ ആണെന്ന് കരുതിയായിരുന്നു. പക്ഷേ പ്ലാന്റ്സ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ചീപ്പർ പോട്ടിംഗ് മിക്സ് വാങ്ങി അതിൽ സോയിലും ഫെർട്ടിലൈസറും എല്ലാം മിക്സ് ചെയ്ത് ഞാൻ തന്നെ ഇമ്പ്രൂവ് ചെയ്യും. ഓണസ്റ്റ്ലി പ്ലാന്റ്സ് ഇപ്പോൾ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. സ്ലോലി ഗാർഡനിങ് എൻ്റെ ലൈഫിലെ ഏറ്റവും പീസ്ഫുള്ളായ ഭാഗങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുക. പുതിയ ലീവ്സ് വരുന്നതും ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യുന്നതും ചെറിയ വെജിറ്റബിൾസ് ഗ്രോ ചെയ്യുന്നതും കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.